ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മ ഉണ്ടാകട്ടെ. സമാധാനം, സന്തോഷവും സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ കൃപയാൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുവിനെ നിറയ്ക്കട്ടെ. ദീർഘായുസ് പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. ക്രിസ്തു യേശു മക്കളൊക്കെ ലോകത്തിൽ ഉന്നതിന് ശ്രേഷ്ഠമാകട്ടെ. ആമേൻ. മക്കളെ ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ പഠിപ്പിക്കുന്ന എല്ലാ ജാതിക്കാരോടും കേട്ടോ. ക്രിസ്ത്യാനിയുടെ ഇത് തന്നെയല്ല കേട്ടോ. നമ്മൾ ഇപ്പോൾ പള്ളിയിൽ പോയിട്ട് യേശുവിനെ അന്നാണോ പഠിക്കണേ? സഭാചരിത്രം പിന്നെ വിട്ടിത്തൊക്കെയാണ്. ഒരു സമയം പോലും കളയാതെ യേശു ക്രിസ്തു എന്ന മഹാത്ഭുതത്തെ പഠിക്കണം. എനിക്ക് ഞാൻ സൺഡേ സ്കൂളിൽ പോയിട്ടൊന്നും യേശു ക്രിസ്തുവിനല്ല പഠിച്ചത്. എന്തെല്ലാം കാര്യം ബാക്കിയുള്ളവരുടെ കുറേ കാര്യം ആവശ്യമുള്ളതും ഇല്ലാതെ യേശു ക്രിസ്തുവിനെ പഠിക്കുക എന്നല്ലാണ്ട് നമുക്ക് രക്ഷപ്പെടാൻ വേറെ ഒരു നാമവും തന്നിട്ടില്ല. അപ്പം യേശു ക്രിസ്തുവിനെ പഠിച്ചാൽ മക്കൾ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതിന് ശ്രേഷ്ഠമാകും. നിങ്ങൾ പഠിച്ചാലും നിങ്ങൾ ലോകത്തിൽ ഉന്നതിന് ശ്രേഷ്ഠമാകും. അത് എൻ്റെ അനുഭവത്തിൽ അറിയാവുന്ന. എൻ്റെ ദൈവമേ, എന്ത് യോഗ്യതയുണ്ട്? ഒരു യോഗ്യതയില്ല. എന്നെ കാണുന്നവരൊക്കെ വന്ന് കെട്ടിപ്പിടിക്കുമെന്ന്. എൻ്റെ ദൈവമേ, അവരുടെ ചിരിയും ഇതും ആദ്യമായിട്ട് കാണുന്നവർ ഈ വചനം പറഞ്ഞ കാരണമെന്ന് നോക്കണം. യേശുവിൻ്റെ വചനം പറഞ്ഞപ്പോൾ ഇത്രയും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ. അപ്പം ഞാൻ യേശുവിനെ പോലെ ആയാർന്നെങ്കിൽ ഞാൻ ആരായേനെ? ഈ മഹാത്ഭുതത്തിനെ പോലെ ആകാൻ വേണ്ടിയാണ് സ്വർഗീയ പിതാവ് യേശുമ്പരാനെ ഭൂമിയിൽ നമുക്ക് റോൾ മോഡലായിട്ട് തന്നേക്കുന്നത്. നമ്മൾ യേശുവിനെ പോലെ തന്നെ ആയാലും സ്വർഗീയ അപ്പൻ്റെ എടുത്തിട്ട് അങ്ങോട്ട് കയറ്റം ഇങ്ങനെ പ്രവേശനം കിട്ടുകയുള്ളൂ. വിസ എന്തോരം കാലത്തേക്ക് നമുക്ക് തന്നേക്കണമെന്ന് ആർക്കും അറിയാൻ പാടില്ല. സ്വർഗീയ പിതാവിന് മാത്രം അറിയാവുള്ളൂ. അപ്പം നമുക്ക് ആ വിസ തീരുമ്പോൾ, വിസ കാലാവധി തീരുമ്പോൾ നമ്മൾ പരദേശികളെ അങ്ങോട്ട് കയറി പറ്റണം. ദീർഘായുസൊക്കെ തന്ന് അനുഗ്രഹിക്കും. ഒന്നും പേടിക്കണ്ട. വിസയൊക്കെ നല്ല നീളമുള്ള വിസയൊക്കെ ആയിരിക്കും. ഇവിടെ പറയാം, മത്തായി 21:22 പറയാം, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ വിശ്വാസക്കുറവായി ഈ പ്രോബ്ലം. എനിക്കൊക്കെ എങ്ങനെയാട്ടോ, ഞാൻ ഇച്ചിരി നാൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അത് കഴിയുമ്പോൾ അതിന് നല്ലത് അതാറും എന്നാൽ അത് പോട്ടെ. അങ്ങനെയല്ല, സ്ഥിരമാനസം നിന്നിൽ ആശ്രയം വെച്ചിരിക്കണം. സ്ഥിരതയോടുകൂടി പ്രാർത്ഥിക്കണം. അത് നമുക്ക് കാര്യം സാധിക്കണം വരെ സ്വസ്ഥത കൊടുക്കുന്നതാണ്. ദൈവത്തിനെ ശല്യപ്പെടുത്തണം എന്നല്ല. എപ്പോഴും ആ വിഷയം മനസ്സിൽ ധ്യാനിച്ച് ഓർത്ത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നിനക്ക് ലഭിക്കുന്ന ബൈബിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലഭിക്കും. വിശ്വാസം എങ്ങനെയുണ്ടാകണേ? റോമർ 10:17 പറയാം, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും തന്നെ. ഈ വചനം വിശ്വസിക്കുക എന്നുള്ളതല്ലാണ്ട് വേറെ ലോകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് വിശ്വസിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ആകാശം ഭൂമി മാറിപ്പോയാലും വചനം മാറിപ്പോകില്ല. അപ്പോൾ അത് വിശ്വസിക്കുക എന്നുള്ളതാണ് നമുക്ക്. ഇത് വലിയ ബുദ്ധിമാനാണ്, ദൈവം ഇല്ല, എന്നാ ബൈബിൾ ഇങ്ങനെയൊക്കെ പറഞ്ഞവരുടെ വീട്ടിലാണ് ഇപ്പം ഇങ്ങനെ നിരീശ്വരവാദിയുടെ വീട്ടിലെ ബൈബിൾ അടിക്കണേ. ബൈബിൾ പൊട്ടയാന്നൊക്കെ പറഞ്ഞ ആളുടെ അതാണ്. ആര് ഇങ്ങനെ അപ്പോസ്തലനായ പൗലോസ് ബൈബിളിൻ്റെ എന്തോ ഒരു ഇത് എഴുതിയതാണ്. പുള്ളി ക്രിസ്ത്യാനിനെ കൊല്ലാൻ ഇറങ്ങിയ ആളെ കൊണ്ട് ബൈബിൾ സുവിശേഷം എഴുതിപ്പിച്ചു. അപ്പോൾ അത് മഹാത്ഭുതമാണോ യേശു എന്ന് പറയുന്നത്? അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ചുരിദാർ സെറ്റ്. ഇത് നല്ല കോട്ട സെറ്റ് കേട്ടോ. ബാക്ക് പ്ലെയിൻ ആട്ടോ. ഫുൾ പ്യുർ കോട്ട. ഒരു മിക്സിങ്ങും ഇല്ലാത്ത കോട്ടയിൽ ഫുൾ എംബ്രോയ്ഡറി ഉണ്ട്. നിറച്ച് എംബ്രോയ്ഡറി വിത്ത് ലൈനിങ് ആണോ അല്ലേ? വിത്ത് ലൈനിങ്ങും നല്ലൊരു സെറ്റ് കേട്ടോ. അടിപൊളി ഷോള്. ഒറിജിനൽ കോട്ടയാട്ടോ, മിക്സിങ് ഇല്ലാത്ത കോട്ടയാണേ. സിൽക്കി കോട്ടയൊന്നുമല്ല. 1599. കേരള ക്രീം, ബേജ് കളർ എന്നൊക്കെ പറയാം. കേരള ക്രീം എന്ന് പറയാം. ഇത് സ്റ്റാൻഡേർഡ് കളറാണ്. ഇത് നമുക്ക് യൂസ്ഫുള്ളാണ്. ഒന്നാമത് ഇനിയിപ്പോൾ നമ്മൾ ഇതൊക്കെ ഇടുകയുള്ളൂ കേട്ടോ. ഇങ്ങനെ ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, മഴ മാറിയപ്പോൾ വെയിലെന്ന് വെച്ചാൽ എന്നാ അല്ലേ. ബാങ്കിൽ ഞാൻ പ്ലാവും മാവും ഒക്കെ നടീരാണ്. ദൈവമേ, എന്തും നടീര നട്ട് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കില്ല. ഇനി എല്ലാ മാസമൊക്കെ വളയിട്ട് എല്ലാത്തിനെയും പരിപോഷിപ്പിക്കണം. എന്നിട്ട് വീഡിയോ പിടിച്ചിടാം കേട്ടോ. പിങ്ക്, നല്ല പേസ്റ്റൽ പിങ്ക്. സമയമില്ല എനിക്ക്. കൃഷിപ്പണിയൊക്കെ വീഡിയോ പിടിച്ചിരുന്നുണ്ടായിരുന്നു. വീടും കൃഷിപ്പണികളും. ഞാൻ കൃഷി ചെയ്യുന്നതല്ല, വല്ലവരും കൃഷി ചെയ്യണമെന്നൊക്കെ. നല്ല രസമല്ലേ കാണാൻ? എന്ത് രസമല്ലേ? കപ്പ നടന്നതും കന്നാരം നടന്നതും ഞങ്ങളുടെ അടുത്തൊക്കെ. അതങ്ങനെ അടിപൊളി സംഭവമാണ്. അടിപൊളിയാണ്, സൂപ്പർ സംഭവം. പിങ്ക് വിത്ത് ലൈനിങ് 1599.
നല്ല പൗഡർ ബ്ലൂ, നല്ല സെറ്റുകളാട്ടോ, എല്ലാം എടുത്തോട്ടോ. അടിപൊളി സെറ്റാണ്. ഞാൻ പറഞ്ഞില്ലേ ഓണം കഴിയുമ്പോൾ ഇടാൻ നമ്മൾ വന്നു. ഒത്തിരി നല്ല സെറ്റുകളെല്ലാം മാറ്റി വെച്ചേക്ക് വന്നു. കാരണം എല്ലാ കടക്കാരും അങ്ങനെ ചെയ്യണേ. ഓണത്തിന് എല്ലാവരും ഈ ഭയങ്കര തിക്കും തിരക്കുള്ള കടയിലൊക്കെ ചുമ്മാ അവരൊന്നും നല്ല കെട്ട് പൊട്ടിക്കില്ലെന്നാണ് പറഞ്ഞത്. ആ തിക്കും തിരക്കിലുള്ളതെല്ലാം കടയിൽ നമുക്കങ്ങനെ പറ്റൂല കേട്ടോ. നമ്മൾ ഈ ഓൺലൈൻ കാണിക്കുന്നത് അങ്ങനത്തെ ഒന്നും ഇട്ടാൽ നമുക്ക് പോകില്ല. അപ്പം അങ്ങനെ പോകുന്ന പറയണേ. അപ്പോൾ അത് കഴിയുമ്പോൾ അവർ നല്ലത് പിന്നെ ഉള്ളവരെല്ലാം ചൂസ് ചെയ്തെടുക്കുന്നവരായിരിക്കും. മന്നെ പൗഡർ ബ്ലൂ 1599. നമുക്ക് പിന്നെ തിക്കും തിരക്കും അങ്ങനത്തെ മനുഷ്യരേ കടയിൽ വരില്ലാത്ത. നമ്മുടെ കടയിലെല്ലാം എൻ്റെ പൊന്നെ എന്നാ സെലക്റ്റീവ് ആൾക്കാരുടെ കടയാണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് അത്ഭുതം. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ പറക്കി എടുക്കണേ എന്തിനാന്ന് നോക്കും. പക്ഷെ അങ്ങനെയുള്ള മനുഷ്യരാണ് നമ്മുടെ കടയിൽ. അത് പക്ഷെ നന്നായിട്ടോ. നമ്മൾ മാക്സിമം പുതിയതും വെറൈറ്റിയും ഒക്കെ തപ്പിക്കൊണ്ടിരിക്കും. ബാക്കിങ്ങനെ നമുക്കൊത്തിരി നന്നായിട്ട് സെലക്ട് ചെയ്താൽ നമുക്ക് പോകണമെന്ന് ആ ചിന്ത വരുമ്പോൾ നമുക്ക് നന്നായിട്ട് നല്ല കളേഴ്സൊക്കെ ഉണ്ടോ. എല്ലാം നല്ല കളേഴ്സാണ്. 1599 ഉള്ളൂ. ഇനിയിപ്പോൾ കോട്ടനൊക്കെ ആയിരിക്കും. ലിനനും കോട്ടനും ഒക്കെ ഞാനിട്ടേക്കുന്നതൊക്കെ നല്ല വിലയുടെയാണ്. പക്ഷേ പ്യുവർ കോട്ടൺ അല്ലാത്ത കാരണം ഇപ്പോൾ ഈ കുറച്ച് വേറൊക്കൊന്നും എനിക്ക് ഇടാൻ പറ്റില്ല. പണ്ടൊക്കെ കുഴപ്പമില്ലായിരുന്നു. ഇത് കണ്ടോ, നല്ല കൂടിയ കോട്ടൺ സെറ്റാണ്. യോക്കിൽ ഇങ്ങനെയുണ്ട്. അതുകൂടാണ്ട് ബാക്ക് സെയിം പ്രിൻ്റാട്ടോ. ബോട്ടം ഒക്കെ ഇതിങ്ങനെ ഉണ്ടോ, പ്രിൻ്റഡ് ബോട്ടവും ടോപ്പ് അടിക്കാൻ പറ്റിയ വൈറ്റ് ബോട്ടം. അങ്ങനെ ബേജ് കളറൊക്കെ ഇട്ടാൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല ഇത് തന്നെ ബോട്ടം അടിച്ചോ. നല്ല തുണി ബോട്ടം അടിക്കുന്നത് നല്ലതല്ലേ. നല്ല കോട്ടൺ ഷോൾ കേട്ടോ. അടിപൊളി കോട്ടൺ ഷോൾ 1190. ഈ കോട്ടൺ സാരി ഉടുത്താൽ ഭയങ്കര ലുക്കല്ലേ. മെയിൻ്റനൻസ് ഇങ്ങനെയൊക്കെയാണ് പാടാമെങ്കിലും കോട്ടൺ ചുരിദാറിന് അത്രയും കഷ്ടപ്പാടില്ല കേട്ടോ. ഞാൻ കോട്ടൺ സെറ്റൊക്കെ യൂസ് ചെയ്യണമല്ലേ. കഴുകില്ല, തേക്കും. എപ്പോഴും തേയോട് തേയാം, കഴുകില്ലെന്നോ. നല്ല സെറ്റാണ്. 1190. പൗഡർ ബ്ലൂ 1190 ഉള്ളൂ. അടിപൊളി സെറ്റാണ്. ഗ്രാൻഡ് സെറ്റാണ്. പെട്ടെന്ന് എടുത്തത്. ഈ 2x1 പോലത്തെ മെറ്റീരിയലിൻ്റെ ഷോളൊക്കെ എന്ത് സൂപ്പർ ഷോളൊക്കെ. അടിപൊളി കളേഴ്സ്. ടോപ്പും ബോട്ടവും ഷോളും. $1190. പെട്ടെന്ന് എടുത്തോ. നല്ല സെറ്റുകളാണ്. ഇത് സെമി മൊഡാല്. ഇത് നമ്മൾ റീസ്റ്റോക്ക് വരുത്തിയതാണോ. ഇത് ഞങ്ങൾ റീസ്റ്റോക്ക് വരുത്തിയതാട്ടോ. നമ്മളിത് മുമ്പ് സെയിം സാധനമാണ് ഉണ്ടായിരുന്നത്. ഡിസൈൻ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇത് 1299. ഇതിന് ഭയങ്കര ഡിമാൻഡാട്ടോ. 1299. ഇത് 2 കളേഴ്സ് ഉള്ളൂ അല്ലേ. ഇതിൻ്റെ മെയിൻ പോണ അതെയോ, ഒരു കളറേ ഉള്ളൂ. 2 കളറല്ലേ റീസ്റ്റോക്ക് വന്നു. ഒരു കളർ അത് മാത്രം നമ്മൾ റീസ്റ്റോക്ക് വരുത്തി. ഇതേ മെറൂൺ ജോർജറ്റ് വിത്ത് ലൈനിങ് അല്ലേ. വിത്ത് ലൈനിങ്. ഷോള് ഫുൾ വർക്കാട്ടോ. 790 ആട്ടോ. വിശ്വസിക്കാൻ തോന്നുന്നുണ്ടോ. ജോർജറ്റ് ഫുൾ വർക്ക്.
ടോപ്പിൽ ഇത്രയും വർക്കും വിത്ത് ലൈനിങ്ങും 790 രൂപ. ഞാൻ പറഞ്ഞില്ല ഓണത്തിനാണ് ഇത്രയും കുറഞ്ഞ് കിട്ടുകയുള്ളൂ. അപ്പോൾ അന്നേരം നല്ലത് നമ്മൾ എടുത്ത് സ്റ്റോക്ക് അടിച്ചായിരുന്നേ ഓണം കഴിയുമ്പോൾ വിൽക്കാൻ വേണ്ടി. ഓണത്തിന് ഈ വില കുറഞ്ഞ ആൾക്കാർ ഒത്തിരി നോക്കൂല. അപ്പോൾ വില കുറഞ്ഞതിൽ ഏറ്റവും സൂപ്പർ. ഇനി ദീപാവലിക്കൊക്കെ നല്ല പ്രീമിയം സെറ്റിൻ്റെ സൂപ്പർ കളക്ഷൻ ആണ്. 790 ജോർജറ്റിലൊക്കെ ചുമ്മാ ചവിട്ടി പറിച്ച് യൂസ് ചെയ്യാൻ നല്ല സംഭവം. $790 മുന്തിരി കളർ. രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ കാര്യം മറക്കരുത് കേട്ടോ. തുടങ്ങിയല്ലേ ഉള്ളത്, വളർത്തിപ്പറക്കി കൊണ്ടുവരണ്ടേ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് പുതിയ കട തുടങ്ങിയിട്ട്. എല്ലാവരും പറയുക ഇതൊക്കെ എല്ലാം നിങ്ങളുടെ ഇങ്ങനെ നമ്മുടെ വെഡ്ഡിങ് കളക്ഷനിലെ കംപ്ലീറ്റ് മനുഷ്യരുടെ ഭയങ്കര സപ്പോർട്ടാണ്. ഒരു വലിയ അനുഗ്രഹമാണ്. അപ്പോൾ സ്കീമിൽ കൂടുന്ന കാര്യം മറക്കണ്ട കേട്ടോ. അതേ സ്വർണത്തിൻ്റെ വില കയറിക്കൊണ്ടിരിക്കും. $790. അതിപ്പോൾ പണ്ടമാനം കയറിപ്പോയതിനകത്ത് ടാക്സ് കുറച്ച കാരണം ഇപ്പം നിങ്ങൾക്ക് ചേച്ചി സ്വർണത്തിൻ്റെ വില കയറുന്നത് വലിയ സന്തോഷിക്കുവാണ്. കടയുള്ള കാരണം സ്വർണത്തിൻ്റെ വില കയറിയാൽ മാത്രമാണ് സ്വർണ്ണക്കടയിൽ ആൾക്കാർ വരുള്ളൂ. കുറയുമ്പോൾ ആരും വരൂല. വില കൂടുകയെങ്കിൽ ഇപ്പോൾ നിറച്ച ആൾക്കാരാണ്. അപ്പോൾ നമ്മളൊക്കെ വില ഏറിയത് മേടിക്കാൻ ആൾക്കാർ വരുള്ളൂ. ഇപ്പോൾ സ്ഥലത്തിന് വില കുറയുക. ആരെങ്കിലും ഇപ്പോൾ സ്ഥലം പോയി മേടിക്കണ്ടോ? എന്തുകൊണ്ടാണ്? വില ഇടിയുമ്പോൾ ആർക്കും വേണ്ട. അപ്പോൾ അങ്ങനെയാണ് ലോകത്തിൻ്റെ എല്ലാ കാര്യവും. അങ്ങനെ വിലയുള്ളതാണെങ്കിൽ വിലയുണ്ട്. അതൊക്കെ ഉള്ളു കാര്യങ്ങൾ. ഇനി ലിനൻ്റെ സെറ്റാട്ടോ. ലിനൻ്റെ 2 വിലയുടെ ഉണ്ട്. ഇത് ലിനനാണെങ്കിലും കാന്ത വർക്കുണ്ട്. അതിന് 1499. ഇതിന് 1499. ലൈലാക്കി കളറ് ബോട്ടൈസ് പ്രൈസ് ആട്ടോ. ഇത് പിങ്ക്, അതും 1499. ഇതിൻ്റെ ഈ 2 കളറേ കിട്ടിയുള്ളൂ. പിന്നെ പ്രിൻ്റ് എനിക്ക് കിട്ടിയത് വർക്കില്ലെന്ന് മാത്രം. കാന്ത റണ്ണിങ് ഇനിയുള്ളതൊക്കെ 1399. $1399. 100 രൂപ കുറവ്. എന്നായാലും എടുത്തു. ഈ വടി പോലെ ഇരിക്കണമെങ്കിൽ ലിനൻ സാരിയും ലിനനൊക്കെ പഴന്തുണി പോലെ ഇരിക്കുള്ളൂ. എന്ന് വെച്ചാൽ പഴന്തുണിയൊന്നും അല്ല. അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ചില കാണുമ്പോൾ പറഞ്ഞില്ല പഴങ്കഞ്ഞിയാലോ. ക്യാരക്ടർ അങ്ങനെയാണ്. സ്റ്റിഫാൻ ഷൈൻ പിടിപ്പിക്കഴിഞ്ഞാൽ മതി, വടി പോലെ ആയിക്കോളും. പക്ഷെ ഇടാൻ ഭയങ്കര സുഖമാണ്. കണ്ടാൽ സ്റ്റാൻഡ് ചെയ്യുക. ഇപ്പം പിന്നെ ലിനനെ പറ്റി ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യണ്ട. ആദ്യമൊക്കെ ലിനൻ സാരിയൊക്കെ ഇതേതാണ്ട് ഓൺലൈനൊക്കെ ചെല്ലുമ്പോൾ ഇതേതാണ്ട് പഴന്തുണി പോലെയാണ്. നിങ്ങളെന്നെ പഴന്തുണി വിറ്റ് കാശ് മേടിക്കുകയാണോ പറ്റിക്കുവാണോ? അങ്ങനെയാണ് ലിനൻ സാരി. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ തൊട്ടടുത്ത കടയിൽ എവിടെയെങ്കിലും പോയിട്ട് ലിനൻ സാരി തരാൻ പറ. അപ്പോൾ ഇങ്ങനെയല്ല ഇരിക്കണമെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്നെ പറഞ്ഞോളാൻ പറഞ്ഞോളൂ. പിന്നെ എനിക്കൊന്നുമില്ല. അപ്പോൾ കുഴപ്പമില്ല. ഇത് ഫുൾക്കാരി ആട്ടോ. നല്ല ഫുൾക്കാരിയിൽ ബ്ലോക്ക് പ്രിൻ്റ് ചെയ്ത ബാക്കും ഇങ്ങനെ കേട്ടോ. ഫ്രണ്ടിൽ ഇതേ പാനൽ കട്ട് ഇങ്ങനെ ഇവിടെ യോക്കി മാത്രം ഇങ്ങനെ ഹക്കോബ വെച്ചിട്ട് ബ്ലോക്ക് പ്രിൻ്റ് കൊടുത്ത് ലെങ്തൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ഷോൾ കേട്ടോ. 1299. ഇപ്പോൾ വിലയൊക്കെ കുറവാട്ടോ. 1299 ഉള്ളത്. അരികത്തൊക്കെ ലേസ്
1299. അടിപൊളി സംഭവമാണ്. 1299. ബാക്കിങ്ങനെ ഫ്രണ്ട് ഇത് ഒരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലാട്ടോ. സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലാണ്. നല്ല സൂപ്പർ നല്ലൊരു എത്ര 899 ഉള്ളൂ. എന്താണെന്ന് പറയണേ? മറ്റേ ചോപ്പുകളിലൊക്കെ വന്നു ചിക്കൻ കാരി വർക്ക് വന്നിട്ടുണ്ട്. ആ മുഖച്ചായയിലുള്ള എംബ്രോയ്ഡറി ആ ടോൺ ടു ടോൺ ഷോളിങ്ങനെ ഷോള് ഫുള്ള് വർക്കാട്ടും. ഈ വിലയ്ക്കൊക്കെ നല്ലതാട്ടും. സെയിം ആണ്. ആകെ വില 899 രൂപയുള്ളൂ. ഇതൊക്കെ എന്ത് നല്ല മെറ്റീരിയലാണ്. ഒന്ന് ക്ലോസപ്പിൽ ആ മെറ്റീരിയലൊക്കെ കാണിക്കാം. ഇത് എന്ത് നല്ല മെറ്റീരിയലാണ്. ഒരു സെമി മൊഡാൽ പോലെ അല്ലേ. മൊഡാലിൻ്റെയൊക്കെ മുഖച്ചായാലാണ് ഇപ്പോൾ എല്ലാ തുണിയും വന്നത്. ഈ മൊഡാൽ കുറേ നാളത്തേക്ക് മൊഡാൽ ഇതായിരിക്കും ആൾക്കാർ വേണ്ടോ. അങ്ങനത്തെ ഒരു നല്ല കൂളിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ബ്ലാക്ക് എല്ലാം ഡാർക്ക് കളറിലാണ് വന്നേക്കണേ. $899 നല്ല സെറ്റാണ്. ഈ വിലക്ക് സൂപ്പറാട്ടോ. ബോട്ടിൽ ഗ്രീൻ ഈ വിലക്ക് ഇത്രയും നല്ല സെറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ഗ്രാൻഡാന്ന് നോക്കി. ഷോൾ ഇത്രയും ഫുൾ എംബ്രോയ്ഡറിയാന്ന് പറഞ്ഞത്. ഇങ്ങോട്ട് നോക്കണം. ഓക്കെ 899. ഞാൻ പറഞ്ഞില്ലേ ഇനി നമുക്ക് ഈ ഇങ്ങനെ ഓണത്തിന് കിട്ടിയ പോലെ ഇതുപോലെ വിലക്കുറവിൽ അപ്പോൾ നമ്മൾ വിലക്കുറഞ്ഞ് കുറച്ചെടുത്ത് സ്റ്റോക്ക് അടിച്ചാൽ ഇത്രയും വിലക്കുറവിൽ നമുക്ക് ഈ അടുത്ത് ദീപാവലി ക്രിസ്മസിന് ഒന്നും ഇങ്ങനെ കുറവുമില്ല. ഓണത്തിനാണ് ഏറ്റവും അധികം ഇങ്ങനെ വിലക്കുറഞ്ഞതിൽ നല്ലത് കിട്ടുന്ന സമയം ഓണത്തിൻ്റെ മുമ്പാണ്. അപ്പം അന്നേരം വീഡിയോ പിടിക്കാൻ കുറേ കളക്ട് ചെയ്ത് വെച്ചതാണ്. $899 നേവി ബ്ലൂ നല്ല സെറ്റൊക്കെ ആട്ടോ. തേക്കൊന്നും വേണ്ട. ഈ പിള്ളേർക്കൊക്കെ യൂസ് ചെയ്യാനൊക്കെ ഇങ്ങനെ ചവിട്ടിപ്പറിച്ച് യൂസ് ചെയ്യാൻ, കഴുകാം, തേക്കണ്ട, എന്നൊക്കെ ഒത്തിരി ഗുണമുണ്ട്. പിന്നെ ഇത് നമ്മുടെ സ്ഥിരം സെറ്റ് കേട്ടോ. ഇതിപ്പോൾ എന്തോരം ഇട്ടാലും വിത്ത് ലൈനിങ് ആണ്. ഇത് വരുമ്പോൾ അവർ വിളിക്കും, നമുക്കാണ് ഏറ്റവും ചിലവെന്ന് അവർ പറയണം. ഷോളിങ്ങനെ ഈ ഷോള് കാണുന്ന വഴിയെ ഇവിടെ ആയാലും ഇതൊക്കെ ഓണത്തിന് വന്നിട്ട് കെട്ടുമ്പോൾ താഴത്തോട്ട് ഇറക്കി ചെയ്ത് വീഡിയോ ഇടാണ്ട് തന്നെ ഓർഡർ സംഭവം. 999 അല്ലേ? 999. ഇതിൻ്റെ ആ വിലയും ഇട്ടാലും ഒക്കെ നല്ലതായത് കാരണേ $999. $999. അടിപൊളി സംഭവം ആട്ടോ. 999 വിത്ത് ലൈനിങ് ചവിട്ട് പർച്ചേസ് ചെയ്യും. ഓണാഘോഷം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞില്ലേ, ടൂറും ബഹളമൊക്കെ കഴിഞ്ഞില്ലേ, നമ്മൾ പഴയ ജീവിതത്തിൽ കേട്ടോ. ഞങ്ങൾക്ക് ഓണാഘോഷവും ടൂറും ബഹളമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺലൈൻ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇതെല്ലാം വീഡിയോ കാണാൻ ആൾക്കാർ
എല്ലാവരും തിരക്കിലായിരുന്നു ഓണത്തിൻ്റെ ഒക്കെ. നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ നന്നായിട്ട് ഓൺലൈൻ ഭയങ്കര കച്ചവടവും ഞങ്ങൾക്ക് കടയിലും ഒക്കെ മൊത്തം തിരക്ക്. എല്ലാവർക്കും ഓണത്തിനാണ്, ഞങ്ങൾക്കൊക്കെ ഓണം ക്രിസ്മസൊക്കെ കഴിയുമ്പോൾ. പിന്നെ സ്കൂൾ അടച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും തിരക്കാട്ടോ. 999 സ്കൂൾ അടച്ചിരിക്കുമ്പോൾ എല്ലാവരും സ്വന്തം രസമല്ലേ. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, എല്ലാവരും കൂട്ടായ്മയും ചേട്ടത്തി അനിയത്തി എല്ലാവരും ഒന്നിച്ച് വന്നു. ചേട്ടാനിയന്മാരെല്ലാവരും ഭയങ്കര ദൈവകൃപയാൽ സ്നേഹത്തിലല്ലേ. അതൊക്കെ നല്ലതാട്ടോ. ഇതിന് ഇത്രയും നീളമുള്ളൂ, 46 അല്ല. ഇത് നിങ്ങൾ ഈ തവണ ഉണ്ടോ? തവണ ഉണ്ടല്ലോ. ഇതിന് ഈ തവണ പ്രശ്നമൊന്നുമില്ല. എല്ലാ തവണ ഈ സാധനത്തിന് നീളം കുറവാണ്. പറഞ്ഞ് നീളം വെച്ചു എന്ന് തോന്നുന്നു. ഇപ്പം ഇല്ല, ഇതിൽ കൂടുതൽ നീളം വേണമെങ്കിൽ ഇത് താഴത്തേട്ട് ആക്കാട്ടോ. യോക്കിലും ആക്കി, ഇഷ്ടമുള്ള പോലെ ആക്കിക്കോ. ഇത് ഇങ്ങനെ ആക്കിയിട്ട് ആ പീസിൻ്റെ സൈഡിൽ നിന്ന് പോണത് വെച്ചാൽ ഭയങ്കര രസമാണ്. ഭയങ്കര കൂളിങ് കേട്ടോ എൻ്റെ അമ്മയെ. നമുക്ക് ഇങ്ങനെ ഈ സെറ്റ് എല്ലാവരും പറഞ്ഞ് ഇടാനുള്ള സുഖമാണ്. ഇതിന് 599 രൂപയുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും എടുത്തു. ആർക്ക് സങ്കടപ്പെടേണ്ട, വില ഓർത്ത് അയ്യോ ഇത് മോശമാണ് 599. അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ഇടാൻ ഭയങ്കര സുഖം. റയോൺ കച്ച് കോട്ടൺ എന്നാണ് പറയണത്. അവിടെ ഉണ്ടാക്കണം 599 രൂപ. ഈ സൈസ് സാധനം ഞാൻ എപ്പോഴും എടുക്കും കേട്ടോ. കാരണം ഇത് 15-20 വർഷം മുമ്പേ ഈ സാധനം ഉള്ളതാണ്. ആ പ്രദേശത്ത് ഇത് മാത്രം ഉണ്ടാക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഒരു വിലയും കൂട്ടില്ല. വലിയ വില കൂടുതലൊന്നുമല്ല, വല്ലപ്പോഴും കൂട്ടിയാലേ ഉള്ളൂ. 599 ഇത് കിട്ടണല്ലേ. കണ്ടമാനം ഓളിയം ഉണ്ടാക്കണ്ടായിരിക്കും, അതായിരിക്കും ഈ വിലയ്ക്ക് കിട്ടുന്നത്. ബോട്ടോ ഒക്കെ ചുങ്കിടി പ്രിൻ്റ് റയോളിൽ ഇത് എന്തോരം കഷ്ടപ്പെട്ട തുണി ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ. അതല്ലേ 599. നീളം എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. ഷോളിന് നിങ്ങൾ ഇങ്ങനെ 5000 രൂപയുടെ ചുരിദാറിൻ്റെ ടെസറിൻ്റെ ഷോൾ വെച്ച് അളന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഷോളിന് നീളം ഉണ്ടെങ്കിൽ എന്നെപ്പോലെ ബുദ്ധിപൂർവ്വം ഒരെണ്ണത്തിന് നീളം കുറച്ചിടും, ഒരെണ്ണത്തിന് വെച്ചാൽ കൂട്ടിയിടും. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ തെറ്റിപ്പോയതാണ് നോക്കും. കയറി ഇറങ്ങിയല്ലിരിക്കണം. അങ്ങനെയൊക്കെ ഞാൻ ഷോളിന് നീളമില്ലാത്ത അഡ്ജസ്റ്റ് ചെയ്യും. നീളം കുറഞ്ഞ ഷോളാ കൃത്യം ഈക്വലായിട്ടൊന്നും ഓർമ്മ ഇച്ചിരി കയറ്റി ഇറക്കിയൊക്കെ കുത്തണം. ഇതിനെ മറ്റുള്ളവരെ ബോധിപ്പിക്കാരെങ്കിലൊക്കെ കാണിക്കണല്ലേ നമ്മൾ കേരളത്തിലെ കാര്യം പറഞ്ഞല്ലേ. $599. നല്ല കളറല്ലേ 599. അപ്പോൾ എല്ലാം നല്ല സൂപ്പർ സംഭവം. ഇതിൻ്റെ ഇല്ലാത്ത കളറൊക്കെ എടുത്തു. സ്ഥിരം ജോലിക്കാർക്ക് ഒത്തിരി നല്ലതാട്ടോ. ഇടുമ്പോഴും കാണുമ്പോഴും ഈ കളർഫുള്ളുമാണ്, കണ്ടാലും നല്ലതാണ്. ഷോളിനൊക്കെ ആവശ്യം നീളമുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അളക്കാം. ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് 599. എനിക്ക് ഈ ഷോൾ അളക്കൽ വലിയ രസമാട്ടോ. എനിക്ക് കടയിൽ ചെന്ന് ഷോളിൻ്റെ നീളം കൊണ്ട് ഉടനെ കഴിഞ്ഞ ദിവസം ബെറ്റ് വെച്ചു. എൻ്റെ ദൈവമേ, അടുത്ത ദിവസം ചിലപ്പോൾ ചോദിക്കാനുണ്ട്. ഡയറി മിൽക്ക് 100 രൂപയുടെ ഡയറി മിൽക്ക്. അവർ ഒരു ഷോൾ കാണിച്ചിട്ട് അവർ 2 ഇത്രയുണ്ടെന്ന് പറഞ്ഞു. 2.5 2.40. എനിക്കറിയാമോ, ഞാൻ കൃത്യം നീളം പറഞ്ഞു. ബെറ്റ് വെച്ചു. അവർ വലിയ ആൾക്കാരാ ഞങ്ങളെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാനും ജയിച്ചു. ചെല്ലുമ്പോൾ അത് ചോദിക്കണം. ഇത് 2.20 കാണും, അല്ലെങ്കിൽ 15. അത്രയേ ഉള്ളൂ ഷോൾ. 2.30 നമ്മുടെ ഷോൾ ഏറ്റവും നീളമുള്ളത് ഇപ്പോൾ വന്നെ. 2.5 നമ്മൾ മുറിച്ചെടുക്കണം. അപ്പോൾ കയറ്റി ഇറക്കിയൊക്കെ ഇട്ടാൽ 599 രൂപയുള്ളൂ. നോക്കണേ. 1 സൈഡ് ഇടാൻ കറക്റ്റാട്ടോ. അവരിതൊക്കെ 1 സൈഡാണ് ഉദ്ദേശിക്കണേ. ഞാൻ ഇട്ടേക്കണ പോലെ ഇടുമ്പോൾ പ്രോബ്ലം ഉള്ളൂ. 1 സൈഡ് ഇടുന്നവർക്ക് ഇത് നല്ല സുഖം. അത് ഇങ്ങനെ ഇട്ടാൽ മതി. വണ്ണമില്ലാത്തവർക്ക് ഇങ്ങനെ 1 സൈഡ് ഇട്ടാൽ പോരെ. ഞാൻ തടി കാരണമാണ്. എൻ്റെ വണ്ണം കണ്ട ആൾക്കാർ കണ്ണു വയ്ക്കാണ്ട് എനിക്ക് ഷോളിടാണ്ട് പറ്റൂല. 599. എന്തോരം കളേഴ്സാ എൻ്റെ അപ്പ. ഒന്നും പറയണ്ട. അതിനാലും നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും. ഈ വിലയിലേ ഉള്ളൂ. 2 വെച്ചെടുത്തു. 599.
അടിപൊളിയാട്ടോ. പെട്ടെന്ന് എടുത്തു. നല്ല കളറല്ലേ? എല്ലാ കളറൊക്കെ ശ്രദ്ധിച്ചല്ലോ അല്ലേ? ലൈലാക്ക് എല്ലാം സൂപ്പർ കളേഴ്സാണ്, ഗ്രാൻഡ് കളേഴ്സാണ്. ഈ തുണി ഇത്രയും ഉണ്ടാക്കിയിട്ട് 599 വിൽക്കണം. ഇത് ചുങ്കിടി ഇങ്ങനെ ഉണ്ടാക്കണേ, കെട്ടി ഡൈ ചെയ്ത് ഇവിടെ ഈ വര ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് എന്തുമാത്രം ഹാർഡ് വർക്കിങ് ഈ 599 ഡ്രസ്സിൽ അവർ ചെയ്യുന്നുണ്ട്. ഓർത്തോക്ക, ഇത് കൈപ്പണിയാണ്, മെഷീനല്ല, മനുഷ്യരിരുന്ന് കെട്ടിപ്പറക്കി ഉണ്ടാക്കുന്നതാണ്, ഹാൻഡ് വർക്കാണ്. അത് കാരണം ഇതിൻ്റെ ഫാഷനൊന്നും പോകാത്ത നമ്മുടെ കൈ കൊണ്ട് എന്ത് പണി ചെയ്താലും ദൈവം അതിനൊരു അനുഗ്രഹം വെച്ചേക്കുക, അതൊരിക്കലും നശിക്കില്ല. അത് പിരമിഡൊക്കെ മഹാത്ഭുതമായിട്ട് നിൽക്കുന്ന, സത്യത്തിൽ ലോകത്തിൽ ഒരേ ഒരു മഹാത്ഭുതമുള്ളൂ യേശു. പിരമിഡൊക്കെ അതൊക്കെ എന്ന് വെച്ചാൽ ഒത്തിരി മനുഷ്യരുടെ കഠിനാധ്വാന, രാജ്മക്കളൊക്കെ. അപ്പോൾ അത് നമ്മുടെ കൈ കൊണ്ട് എന്ത് ചെയ്യുമ്പോഴും അതൊരു അനുഗ്രഹമായിട്ട് വയ്ക്കും. കാരണം നമ്മുടെ കൈയോടും നമ്മളോടും കൂടെ എപ്പോഴും യേശു ഇരിക്കുമല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇതേ എല്ലായിടത്തും ഒന്ന് ലൈക്ക് അടിക്കുക. അപ്പോൾ പെട്ടെന്ന് വേറെ വീഡിയോസ് വരുന്നു. എൻ്റെ വീഡിയോ കണ്ടില്ലെന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ എന്നോട് സ്നേഹമില്ല, ലൈക്ക് പിടിക്കാറില്ല, സബ്സ്ക്രൈബും ചെയ്യാറില്ല, ഒന്നും ചെയ്യാറില്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം ലൈക്ക് അടിക്കുക. രേവതി ഗോൾഡൻ ഡയമണ്ട്സ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒന്ന്, ഇൻസ്റ്റയിലും ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ യേശുബ്രാൻ ഈ വീഡിയോ കണ്ടുപിടിക്കുന്ന എല്ലാവരും യേശുബ്രാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.